Welcome to Rispace. Today's topic of discussion is about rabies, which is caused by a bullet-shaped virus known as Lyssa virus, which is coming under the family of Rhabdoviridae. മലയാളത്തിൽ നമ്മൾ ഇതിനെ പേപ്പട്ടി വിഷബാധ എന്നൊക്കെ പറയും. പക്ഷെ ഇത് മോസ്റ്റ് കോമൺലി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് പട്ടികളിൽ നിന്നും പൂച്ചകളിൽ നിന്നുമാണെങ്കിലും നമുക്ക് അതർ വൈൽഡ് ആനിമൽസ് ലൈക്ക് മങ്കീസ്, ഫോക്സസ്, ബാറ്റ്സ് ഇതിൽ നിന്നൊക്കെ ഈ അസുഖം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാറുണ്ട്. റെക്കോർഡിക്കലി നമ്മൾ നോക്കുമ്പോൾ സ്ക്വിറൽ ബൈറ്റിൽ നിന്നും റാറ്റ് ബൈറ്റിൽ നിന്നും ഈ അസുഖം ട്രാൻസ്മിറ്റ് ചെയ്തതായിട്ട് നമുക്ക് റെക്കോർഡ്സ് ഇല്ല. ഓക്കെ, അതിന്റെ ഒരു പാത്തോഫിസിയോളജി നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പേഴ്സണെ പട്ടി കടിച്ചു എന്ന് വിചാരിക്കാം. മോസ്റ്റ് കോമൺലി ഡോഗ്സിൽ നിന്നാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഡോഗിന്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇപ്പൊ ഒരു വ്യക്തിനെ പട്ടി കടിച്ചു എന്ന് വിചാരിക്കാം. അപ്പം ആ കടിച്ച ഭാഗത്തെ മസിലില് ഈ വൈറസ് മൾട്ടിപ്ലൈ ചെയ്ത് അത് PNSന്റെ സഹായത്തോടെ ന്യൂറോണൽ ടിഷ്യൂസിൽ പോയി അവിടെ നല്ല രീതിയിലൊരു ഡാമേജ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത്രയും സിവിയർ ആയതുകൊണ്ട് തന്നെ ഇത് 100% ഫേറ്റൽ ആയിട്ടുള്ള ഒരു അസുഖമാണ്. അതായത് ഈ അസുഖം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മരണം ഉറപ്പാണ്. പക്ഷെ ഇതിലൊരു ആശ്വാസകരമായ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് 100% പ്രിവെന്റബിളും ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഓക്കെ, അതായത് പ്രോപ്പർ ആയിട്ടുള്ള വൂണ്ട് കെയറും അതുപോലെ തന്നെ ഇമ്യൂണോഗ്ലോബിൻസും ആന്റി റാബിസ് വാക്സിൻ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമുക്കിതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം കൂടിയാണിത്. നെക്സ്റ്റ് നമുക്ക് ആനിമൽ ബൈറ്റ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് അറിയാം. 3 കാറ്റഗറീസ് ഉണ്ട്. കാറ്റഗറി നമ്പർ 1 സ്കിൻ വിൽ ബി ഇൻടാക്ട്, അതായത് നോർമൽ, ടച്ച് ആൻഡ് ലിക്സ് ഇതെല്ലാം ഈ കാറ്റഗറിയിൽ വരും. അവർക്ക് വൂണ്ട് കെയറിന് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. കാറ്റഗറി നമ്പർ 2 സ്ക്രാച്ചസ് ഓർ മൈനർ കട്ട്സ് എല്ലാം ഈ കാറ്റഗറിയിൽ വരും. അവർക്ക് ആന്റി റേബീസ് വാക്സിൻ പ്ലസ് വൂണ്ട് കെയറിന്റെ ആവശ്യം വരുന്നുണ്ട്. കാറ്റഗറി നമ്പർ 3 ആകുമ്പോൾ, അതായത് ഡീപ് ടിഷ്യൂ ഇഞ്ചുറി അല്ലെങ്കിൽ മ്യൂക്കോസിലിക്സ് ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് കാറ്റഗറി 3 വരും. ഇവർക്ക് ആന്റി റേബീസ് വാക്സിൻ പ്ലസ് റേബീസിന്റെ ഇമ്യൂണോഗ്ലോബിന്റെ ആവശ്യവും കൂടെ വരുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട് എന്താ ഈ ഒരു വൂണ്ട് കെയറിനെ കുറിച്ച്, എങ്ങനെയാണ് സത്യം പറഞ്ഞ ഈ വൂണ്ട് കെയർ കൊടുക്കേണ്ടത്. വൂണ്ട് കെയർ ആ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്കിന്ന് നമ്മൾ സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് മോർ ദാൻ 15 മിനിറ്റ്സ് നമ്മൾ തറലി വാഷ് ചെയ്യാം. അതിനുശേഷം ഒരു ടോപ്പിക്കൽ ആന്റിബയോട്ടിക്സ് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം നമ്മൾ ടോപ്പിക്കൽ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യാം. അതിനുശേഷം ടി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഈ വൂണ്ട് കെയർ എന്നുള്ളൊരു ഇതിനകത്ത് വരുന്നത്. ഇതല്ല ഇപ്പം സിവിയർ വൂണ്ടാണ്, അതായത് സ്യൂച്ചറിങ് ആവശ്യമുള്ള വൂണ്ടാണെങ്കിൽ നമ്മൾ പൊതുവെ സ്യൂച്ചറിങ് പ്രിഫർ ചെയ്യാറില്ല. കാരണം അത് വീണ്ടും ആ വൈറസ് സ്പ്രെഡ് ആവാനുള്ള സാധ്യത കൂട്ടുക ചെയ്യുന്നത്. ബട്ട് നമുക്ക് നല്ല ഡീപ്പ് വൂണ്ട് ആണെങ്കിൽ സ്യൂച്ചറിങ്ങിന്റെ ആവശ്യം വരുന്നുണ്ട്. അങ്ങനെയുള്ള വൂണ്ടുകളിൽ നമ്മൾ ഈ ഇതുണ്ടല്ലോ ഇമ്യൂണോഗ്ലോബിൻസ് കൊണ്ട് കുറച്ചു നേരം അത് നമ്മുടെ വൂണ്ട് ഏരിയയിൽ നമ്മൾ പോർ ചെയ്ത് കുറച്ചു നേരം അതിങ്ങനെ നമ്മൾ ഫ്യൂ അവേഴ്സ് നമ്മൾ അതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അതിനുശേഷമാണ് പിന്നെ ഫെർദർ മാനേജ്മെന്റിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് റേബീസ് ഇമ്യൂണോഗ്ലോബിൻസിനെ കുറിച്ചും ആന്റി റേബീസ് വാക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റേബീസ് ഇമ്യൂണോഗ്ലോബിൻസ് ഏത് കാറ്റഗറി വൂണ്ട്സിനാണ് കൊടുക്കുന്നത്? കാറ്റഗറി നമ്പർ 3. അതേപോലെ തന്നെ ഇപ്പൊ കാറ്റഗറി നമ്പർ 2 വരുന്ന വൂണ്ടുകളിൽ ആർക്കെങ്കിലും ഇമ്യൂണോ കോംപ്രമൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഇമ്യൂണോഗ്ലോബിൻസ് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 2 രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് ഹ്യൂമൻ റേബീസ് ഇമ്യൂണോഗ്ലോബിൻസ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് എക്വൈൻ റേബീസ് ഇമ്യൂണോഗ്ലോബിൻ. HRIG ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 20 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ kg നമ്മൾ ഡ്രൈവ് ചെയ്യും. ഇതാണെന്നുണ്ടെങ്കിൽ എക്വൈൻ ആണെന്നുണ്ടെങ്കിൽ 40 ഇന്റർനാഷണൽ യൂണിറ്റ്സ് പെർ kg ആയിരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ എടുക്കുന്ന ml മാക്സിമം നമ്മൾ ആ വൂണ്ടിന് അറൌണ്ട് തന്നെ ഇൻഫിൽട്രേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ആ ഒരു ഇപ്പൊ എവിടെയാണോ വൂണ്ട് സംഭവിച്ചത് അതിന് ചുറ്റും തന്നെ നമ്മൾ മാക്സിമം കൊടുക്കും. കാരണം ആ വൂണ്ടിലുള്ള നമ്മുടെ വൈറസ് മൾട്ടിപ്ലിക്കേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വൂണ്ടിന് ചുറ്റും തന്നെ മാക്സിമം ML കൊടുക്കുന്നത്. അതിനുശേഷം റിമൈനിങ് ML നമ്മൾ നിയറസ്റ്റ് IM സൈറ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ആന്റി റേബീസ് വാക്സിനെ കുറിച്ച് പഠിക്കാം. ആന്റി റേബീസ് വാക്സിൻ നമുക്ക് 2 റെജീം ഫോളോ ചെയ്യാൻ പറ്റും. ഒന്ന് 5 ഡോസ് SN റെജീം, സെക്കൻഡ് വൺ ഇസ് അപ്ഡേറ്റഡ് Thai Red Cross റെജീം. ഇത് 5 ഡോസ് വിച്ച് വിൽ ബി ഗിവൺ വിത്തിൻ 5 വിസിറ്റ്. എന്നാൽ ഇത് 8 ഡോസസ് വിച്ച് വിൽ ബി ഗിവൺ വിത്തിൻ 4 വിസിറ്റ്. അതായത് ഒരു വിസിറ്റിൽ അവർക്ക് 2 ഡോസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. സോ ഇതിനൊരു സ്കെഡ്യൂൾ ഉണ്ട്. നമ്മൾ ഏത് ഫ്രീക്വൻസിയിൽ വേണമെങ്കിൽ കൊടുക്കുക എന്നുള്ളതിന് 0, 3, 7, 14 ആൻഡ് 21. ഓക്കെ, ഈ ഒരു ഫ്രീക്വൻസിയിലാണ് നമ്മൾ ഈ വാക്സിൻ നമ്മൾ കൊടുക്കേണ്ടത്. ഏത് ഈ SN റെജീമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ. അതല്ല നമ്മൾ ഈ റെഡ് ക്രോസ് റെജീമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ 0, 3, 7 ആൻഡ് 20th ഡേയിലായിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ആ 14th എന്നുള്ളത് ഇതിൽ വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസിനെ കുറിച്ചാണ്. ഇനി നമുക്കൊരു സിനാരിയോ എടുക്കാം. X എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അയാൾക്ക് ഡോഗ് ബൈറ്റ് ഉണ്ടായി. ഓക്കെ, അപ്പൊ അയാൾക്ക് വാക്സിനേഷൻ ഒക്കെ എടുത്തു. അതിനുശേഷം അയാൾ വീണ്ടും പട്ടി കടിക്കുക, അതായത്
റീ എക്സ്പോഷർ നടന്നു. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ ഒരു കാര്യം നോക്കണം. ഒന്ന്, ഈ വീണ്ടും പട്ടി കടിച്ചു എന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ വീണ്ടും ഡോഗ് ബൈറ്റ് നടന്നു പറഞ്ഞില്ലേ, അത് 3 മാസത്തിനുള്ളിലാണോ അതോ 3 മാസത്തിന് ശേഷമാണോ നോക്കാം. 3 മാസത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വൂണ്ട് കെയറിന് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. അതല്ല 3 മാസം കഴിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൂണ്ട് കെയർ പ്ലസ് ആന്റി റേബസ് വാക്സിൻ പ്ലസ് ഇമ്യൂണോഗ്ലോബിൻസും ആവശ്യം വരുന്നുണ്ട്. സോ ദാറ്റ് വാസ് അബൌട്ട് റേബസ്.